ശ്രീരാമ ഭഗവാന്റെ ജനനത്തിനും മുൻപ് രാവണന്റെ അഹങ്കാരം മൂന്നു ലോകങ്ങളെയും പിടിച്ചുകുലുക്കുന്നതിനു മുൻപ് അഹങ്കാരം കൊണ്ടും മിഥ്യാബോധം കൊണ്ടും ഒരു മുനിയുടെ പ്രവൃത്തി കൊണ്ടുണ്ടായ മൂന്ന് ശാപങ്ങൾ മഹത്തായ രാമായണ കഥയ്ക്ക് അടിത്തറ പാകി. ആ പുരാണ കഥ കേൾക്കാം. ഒരിക്കൽ ബ്രഹ്മപുത്രനായ നാരദർ തപസ്സിനായി ഏകാന്തത തേടി ശിവഭഗവാൻ തപസ്സു ചെയ്ത ഹിമാലയത്തിലെ ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ തപസ്സിരുന്ന അദ്ദേഹം ബ്രഹ്മചിന്തയിൽ മുഴുകി. എന്നാൽ അദ്ദേഹത്തിന്റെ തപസ്സ് ദേവലോകത്ത് ഇന്ദ്രന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കി. തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന ഇന്ദ്രൻ നാരദമുനിയുടെ തപസ്സിന് ഭംഗം വരുത്താനായി കാമദേവനെ സ്മരിച്ചു. രതിസമേതനായി എത്തിയ കാമദേവനോട് അദ്ദേഹം നാരദമുനിയുടെ തപസ്സ് മുടക്കാൻ ആവശ്യപ്പെട്ടു. കാമദേവൻ എത്ര ശ്രമിച്ചിട്ടും നാരദനിൽ ഒരു പ്രഭാവവും ഉണ്ടാക്കാനാകാതെ അദ്ദേഹം തിരികെ ഇന്ദ്രന്റെ അടുത്തേക്ക് പിൻവാങ്ങി. കാരണം ഇതേ ഗുഹയിൽ വെച്ചായിരുന്നു കാമദേവനെ മഹാദേവൻ ഭസ്മമാക്കിയത്. രതിദേവിയുടെ അപേക്ഷ പ്രകാരം കാമനെ ശിവഭഗവാൻ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അന്നുമുതൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് സന്യാസിമാരിൽ യാതൊരു പ്രഭാവവും ഉണ്ടാവുകയില്ല എന്ന് ഭഗവാൻ അരുളിച്ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളെപ്പറ്റി അറിയാതിരുന്ന ഇന്ദ്രൻ നാരദമുനിയുടെ തപസ്സിനെ അഭിനന്ദിച്ചു. ഒടുവിൽ നാരദർ തന്റെ തപസ്സ് അവസാനിപ്പിച്ചു. എന്നാൽ കാമദേവന് തന്റെ തപസ്സിൽ ഭംഗം വരുത്താൻ സാധിക്കാത്തത് നാരദനെ അഹങ്കാരിയാക്കി മാറ്റി. അദ്ദേഹം ഉടനെ ശിവഭഗവാനെ കാണാനായി പുറപ്പെട്ടു. ഭഗവാനെ വണങ്ങിയ ശേഷം കാമദേവനെ ജയിച്ച ശിവഭഗവാന് തുല്യനാണ് താൻ എന്ന അഹങ്കാരത്തോടെ അദ്ദേഹം തന്റെ വീരകൃത്യങ്ങളെപ്പറ്റി ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തന്റെ ആധ്യാത്മിക നേട്ടങ്ങളെപ്പറ്റി ഒരിക്കലും പരാമർശിക്കരുത് എന്ന് ഭഗവാൻ ഉപദേശിച്ചെങ്കിലും തന്റെ അഹങ്കാരത്താൽ നാരദമുനി അതൊന്നും ചെവിക്കൊണ്ടില്ല. ശേഷം അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മദേവനെ വണങ്ങിയ ശേഷം നേരത്തെ പോലെ തനിയെ പുകഴ്ത്തിപ്പറയാൻ തുടങ്ങി. ബ്രഹ്മാവ് തന്റെ മകനെ വിലക്കിയെങ്കിലും നാരദർ അത് കേട്ടില്ല. അവിടെ നിന്നും പുറപ്പെട്ട നാരദർ വൈകുണ്ഠത്തിലേക്ക് പോയി. നാരദനെ കണ്ടപ്പോൾ സന്തുഷ്ടനായ ഭഗവാൻ വരുവാനുള്ള കാരണം ആരാഞ്ഞു. അപ്പോൾ നാരദർ വീണ്ടും അഹങ്കാരം നിറഞ്ഞ വാക്കുകളാൽ തന്റെ വീരകൃത്യങ്ങൾ വിവരിച്ചു. മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാൻ അല്ലെങ്കിലും നിത്യബ്രഹ്മചാരിയായ നാരദനെ എങ്ങനെയാണ് കാമത്താൽ വശീകരിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നാരദമുനി എല്ലാം ഭഗവാന്റെ ആനുകൂല്യമാണെന്ന് പറഞ്ഞ് സാധാരണ സന്ദർശത്തിന് വന്നതുപോലെ മടങ്ങി. അപ്പോൾ ഭഗവാൻ നാരായണൻ നാരദനെ പരീക്ഷിക്കാനായി തന്റെ മായാശക്തിയാൽ നാരദന്റെ യാത്രാവഴിയിൽ 100 യോജന വിസ്തൃതിയുള്ള ഒരു സമ്പന്നവും മനോഹരവുമായ രാജ്യം നിർമ്മിച്ചു. ആ രാജ്യത്തെ രാജാവായിരുന്നു ശീലനിധി. അദ്ദേഹം തന്റെ മകളായ ശ്രീമതിയുടെ സ്വയംവരം വിളംബരം ചെയ്തിരിക്കുകയായിരുന്നു. സമർത്ഥരായ രാജാക്കന്മാർ സ്വയംവരത്തിനെത്തിച്ചേർന്നു. ഏവരെയും ആകർഷിക്കുന്ന ആ നഗരം കണ്ട് നാരദമുനി രാജാവിന്റെ കൊട്ടാരത്തിലേക്കെത്തി. ശ്രീലനിധി നാരദനെ ആദരപൂർവ്വം സ്വീകരിച്ചു. ശീലനിധി മകളായ ശ്രീമതിയെ നാരദമുനിക്ക് പരിചയപ്പെടുത്തിക്കൊടുത്തു. ശ്രീമതി നാരദന്റെ അനുഗ്രഹം വാങ്ങി. രാജാവ് രാജകുമാരിയുടെ ഭാവിയെപ്പറ്റി പ്രവചിക്കാമോ എന്ന് നാരദനോട് ചോദിച്ചു. നാരദമുനി ലക്ഷ്മീദേവിക്ക് സമാനയായ ഈ രാജകുമാരിക്ക് ദേവതുല്യനായ വരനെ ലഭിക്കുമെന്ന് പ്രവചിച്ചുവെങ്കിലും നാരദർ ശ്രീമതിയുടെ സൗന്ദര്യത്തിൽ മോഹിക്കപ്പെട്ടു പോയിരുന്നു. ശ്രീമതിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ച നാരദർ തിരികെ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ മഹാവിഷ്ണുവിനോട് തനിക്ക് ഹരിയുടെ രൂപം വേണമെന്നും ഹരിയുടെ സൗന്ദര്യ രൂപം ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ശ്രീമതി വരിക്കുകയുള്ളൂ എന്നും പ്രാർത്ഥിച്ചു. ഭഗവാൻ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഭഗവാൻ നൽകിയ വരത്തിനാൽ ഹരിയുടെ രൂപം ലഭിക്കുമെന്ന് സന്തോഷിച്ച നാരദമുനി തിരികെ കൊട്ടാരത്തിലേക്കെത്തി. എന്നാൽ നാരായണൻ അതിനു പിന്നിൽ മെനഞ്ഞ തന്ത്രം അദ്ദേഹം അറിഞ്ഞില്ല. സ്വയംവര സഭയിലെത്തി നാരദർ തനിക്ക് മഹാവിഷ്ണുവിന്റെ രൂപമുണ്ടെന്ന അഹങ്കാരത്തിനാൽ സ്വയംവരത്തിനെത്തിയ മറ്റ് രാജകുമാരന്മാരുടെ കൂടെ ഉപവിഷ്ടനായി. എന്നാൽ നാരദമുനി തന്റെ മുഖത്തിന് വന്ന മാറ്റം ശ്രദ്ധിച്ചില്ല. മുനിയുടെ അടുത്തിരുന്ന ചില ബ്രാഹ്മണർ പരസ്പരം മുനിയെപ്പറ്റി പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി. നാരദമുനിയുടെ ശരീരം ഭഗവാൻ നാരായണനെ പോലെ മനോഹരമാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം ഒരു കുരങ്ങിനെ പോലെയാണ് എന്നവർ കളിയാക്കി. എന്നാൽ സ്ത്രീ സൗന്ദര്യത്തിൽ മതിമറന്നിരുന്ന നാരദമുനി ആ പരിഹാസങ്ങൾ കാര്യമാക്കിയില്ല. അതിനിടയിൽ രാജകുമാരി ശ്രീമതി വരണമാല്യവുമായി തോഴിമാരോടൊപ്പം സഭയിലെത്തി. അവൾ വരണമാല്യവുമായി യോജിച്ച വരനെ തേടി സഭയ്ക്ക് ഒരു വട്ടം വലം വെച്ചു. കുരങ്ങിന്റെ മുഖവും വിഷ്ണുവിന്റെ രൂപവുമുള്ള മുനിയെ കണ്ടപ്പോൾ അവൾ കോപാകുലയായി. തനിക്കിഷ്ടമുള്ള വരനെ കണ്ടെത്താനാകാതെ ശ്രീമതി ഭയന്നു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഒരു രാജകുമാരന്റെ വേഷത്തിൽ അവിടെ എത്തി. ഉടനെ ശ്രീമതി ഭഗവാന്റെ കഴുത്തിൽ മാല ചാർത്തി. അപ്പോൾ തന്നെ ഭഗവാൻ ശ്രീമതിയെയും കൂട്ടി തന്റെ വാസസ്ഥലത്തേക്ക് അപ്രത്യക്ഷനായി. അവിടെ കൂടിയിരുന്ന രാജാക്കന്മാർ നിരാശയോടെ മടങ്ങി. തന്റെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായതിൽ നാരദമുനി കുപിതനായി.
വീണ്ടും അവിടെ കൂടിയിരുന്ന ചില ബ്രാഹ്മണർ കുരങ്ങന്റെ മുഖമുള്ള നാരദനെ കളിയാക്കി. ക്രോധത്താൽ വിവശനായ നാരദർ അവിടെയുള്ള ഒരു കണ്ണാടിയിൽ മുഖം നോക്കി. തന്റെ മുഖം കുരങ്ങിന്റേത് പോലെയായി കണ്ട നാരദർ അത്ഭുതപ്പെട്ടു. കുരങ്ങ് എന്നർത്ഥം വരുന്ന ഹരിയുടെ രൂപമാണ് ഭഗവാൻ തനിക്ക് തന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉടനെ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അടുത്തേക്കെത്തി. ശ്രീമതി അണിയിച്ച മാല കഴുത്തിലിട്ട് നിൽക്കുന്ന ഭഗവാനെ ശകാരിക്കാൻ തുടങ്ങി. ശകാരം ഒടുവിൽ ശാപമായി ഭവിച്ചു. മായയിൽ അകപ്പെട്ട നാരദർ ഒരു സ്ത്രീക്ക് വേണ്ടി തന്നെ ദുഃഖിപ്പിച്ച ഭഗവാൻ മനുഷ്യനായി ജനിക്കാൻ ഇടവരുമെന്നും ആരുടെ മുഖമാണോ തനിക്ക് തന്നത് അതേ കുരങ്ങന്മാരുടെ സഹായം തേടേണ്ടി വരുമെന്നും സ്ത്രീയിൽ നിന്ന് വേർപെടുന്നതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്നും ശപിച്ചു. ഭഗവാൻ നിശബ്ദനായി ഇരുന്നുകൊണ്ട് നാരദന്റെ വാക്കുകൾ സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ മോഹിപ്പിക്കുന്ന മായ പിൻവലിച്ചു. വിഷ്ണുഭക്തനിൽ ശ്രേഷ്ഠനായ നാരദമുനി ജ്ഞാനം തെളിഞ്ഞ് തന്റെ തെറ്റു മനസ്സിലാക്കി ഭഗവാന്റെ കാൽക്കൽ വീണു. അങ്ങനെ നാരദന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് രാമായണമെന്ന ഒരു ദിവ്യകഥയിലേക്കുള്ള വഴിത്തിരിവായി മാറി.